ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് സ്വീറ്റ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ. ലുക്കൈമത്ത് എന്നാണ് നമ്മുടെ റെസിപ്പിയുടെ പേര്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ തൈര്, 1 ടീസ്പൂൺ ഈസ്റ്റ്, അതിന് പകരം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിൽ. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം വേണം. 1 കപ്പ് മൈദയിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം തന്നെ മതി. ആ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ തയ്യാറാക്കിയെടുക്കുക. എന്തായാലും 1 കപ്പ് മൈദയാണ് എടുക്കുന്നെങ്കിൽ അതിൽ 1/4 കപ്പ് വെള്ളം മതി. ആ ഒരു വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അത്രേ ചേർക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു തിക്നെസ് തന്നെ എന്തായാലും കിട്ടും. കട്ടകളൊന്നും ഇല്ലാതെ നല്ല മിക്സായിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് കവർ ചെയ്യാം. ഒരു 20 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യട്ടെ, ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ പാകത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നല്ല മധുരം ആവശ്യമുള്ളവർക്കും ഇത്ര തന്നെ മതി. 1/2 കപ്പിലേക്ക് 1/2 കപ്പ് പഞ്ചസാര തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയ തിക്നെസ്സേ ഉള്ളൂ, തണുക്കുമ്പോൾ എന്തായാലും ഒന്നും കൂടെ തിക്കായിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മൈദ ബാറ്റർ ഒന്ന് കവറൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ അത്യാവശ്യം അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിത് ഒരു പാൻ വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഏത് ഷേപ്പിലാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഷേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രോപ്പ് രൂപത്തിലാണ് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ടിഷ്യൂ പേപ്പറിലേക്കൊന്ന് മാറ്റാം. ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ എക്സ്ട്രാ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ ഞാനിതൊരു ഡ്രോപ്പ് രൂപത്തിലൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഷുഗർ സിറപ്പിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഇതിന് വളരെയധികം ധാരാളമാണ്. കാരണം നമ്മൾ ഇത്രയല്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. 1 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ലുക്കൈമത്ത്. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച് ഫസ്റ്റ് പോർഷൻ ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് ഞാൻ ഷുഗർ സിറപ്പിൽ ഇട്ട ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം എള്ള് ചേർത്ത് കൊടുക്കാം. ഞാൻ റോസ്റ്റഡ് എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് എള്ളോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി
ക്രിസ്പിയാണ് കേട്ടോ നമ്മുടെ ലുക്കൈമത്ത്. ഇതൊരു ഓതൻറ്റിക് അറേബ്യൻ ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീട്ടിലൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് തയ്യാറാക്കാൻ, സിമ്പിളാണ്, പ്രത്യേകിച്ച് മെനക്കെടൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് ഷറാസ് ഫുഡ് ഹബിൽ വീണ്ടും കാണാം. താങ്ക് യു.